ഇപ്പോൾ അടൂർ പ്രകാശ് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1708 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. ബിനോയ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി. ബിനോയ്, നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വോട്ട് എണ്ണി തുടങ്ങുന്ന ആ ഒരു സമയം മുതൽക്ക് ഇങ്ങനെ മാറി മാറി കളിക്കുകയായിരുന്നു രണ്ടുപേരും. അതായത് വിജോയും അതുപോലെ തന്നെ ഈ അടൂർ പ്രകാശും ഇങ്ങനെ മാറി മാറി കളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതാ ഏറ്റവും അവസാനത്തെ നിമിഷം പോലും അടൂർ പ്രകാശിനെ നെഞ്ചിരിപ്പ് ഏകിക്കൊണ്ടായിരുന്നു വിജോയുടെ ആ ഒരു പേരും അതുപോലെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ ലീഡ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ വീണ്ടും അടൂർ പ്രകാശിന്റെ കൈകളിൽ ആറ്റിങ്ങൽ മണ്ഡലം അത് സുരക്ഷിതമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. 1708 വോട്ടുകൾക്ക് അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് എങ്ങനെയാണ് ജനങ്ങൾ ഈ ഒരു വിധി നിർണയിച്ചിരിക്കുന്നത് ബിനോയ്? ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് ആറ്റിങ്ങലിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓരോ നിമിഷവും ലീഡ് നില അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന ഒരു ദിശയിലേക്കായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു 4000 വോട്ടിൻ്റെ വരെ ലീഡ് ഒരു സമയത്ത് LDF ലഭിച്ചിരുന്നു. അത്ര ലീഡ് തന്നെ നേരത്തെ അടൂർ പ്രകാശിന് ലഭിച്ചിരുന്നു. അങ്ങനെ ഈ ലീഡ് നില 4000, 5000 അതിനിടയിലുള്ള ഒരു സംഖ്യയിൽ ഇങ്ങനെ നിൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആറ്റിങ്ങലിൽ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഒരു മണ്ഡലങ്ങളിലും കൃത്യമായ തരത്തിൽ ഒരു മേൽക്കൈ നേടാൻ ഇരു മുന്നണികൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഫലത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം 38,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശ് ഇവിടെ നിന്ന് ജയിച്ച പാർലമെൻറ്റിലേക്ക് എത്തിയത്. ഇതിപ്പോൾ 1708 വോട്ടായി കുറഞ്ഞിരിക്കും എന്നുള്ളത്. കാരണം ഈ 7 മണ്ഡലങ്ങളും CPM ഇടതുപക്ഷത്തിനൊപ്പം ഉള്ളതാണ്. ആ ഇടതുപക്ഷത്തിനൊപ്പമുള്ള 7 മണ്ഡലങ്ങളിലും കാര്യമായ തരത്തിൽ പുരോഗതി LDF-നുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒപ്പം കോൺഗ്രസ് അത് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് കൗണ്ടിംഗ് തുടങ്ങിയ സമയം മുതൽ തന്നെ പല സമയങ്ങളിലും പല രീതിയിൽ വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ട് കിട്ടുന്നതിന് ശരാശരി മാറി മറിഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സാധാരണഗതിയിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ CPM-നെ സഹായിക്കുന്ന മേഖലകളിൽ നിന്നെല്ലാം ഇരു മുന്നണികൾക്കും കാര്യമായ സഹായം ഇത്തവണ കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യം. അത്തരത്തിൽ ഇരു മുന്നണികൾക്കും കാര്യമായ തരത്തിൽ ഒരു നേട്ടം കിട്ടുന്ന മേഖലകളിൽ ഇരുമുന്നണികളുടെ സ്ഥാനാർത്ഥികളെയും ആ മേഖലകൾ കൈവിട്ടതും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒപ്പം BJP നടത്തിയ ഒരു നല്ല മുന്നേറ്റം അതാണ് ഇരു മുന്നണികൾക്കും അല്പം ഒരു പ്രയാസമായി മാറിയത്. വിജയത്തിലേക്കുള്ള പടിക്കെട്ട് അല്ലെങ്കിൽ വോട്ടുകളുടെ അളവ് കുറഞ്ഞതും അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ആറ്റിങ്ങൽ വർക്കല മേഖലകളിലേക്ക് വന്നപ്പോൾ ഇരു മുന്നണികൾക്കും വലിയ വിജയപ്രതീക്ഷയായിരുന്നു. തൊട്ടു പിന്നാലെ അവസാനം ആറ്റിങ്ങൽ മേഖലയിലെ തീരദേശവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് UDF-ൻ്റെ ഏറ്റവും വലിയ തട്ടകങ്ങളിലൂടെ വോട്ടെണ്ണാൻ എത്തുകയും അവിടെ വെച്ചാണ് ഒരു 1708 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശിന് പാർലമെൻറ്റിൽ എത്താൻ അവസരമുണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ വിജയമാണ് അടൂർ പ്രകാശിനെ സംബന്ധിച്ചോളം. കാരണം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ തന്നെ അദ്ദേഹത്തിനോട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ സമയത്തെല്ലാം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിച്ച് മന്ത്രിയാകാനുള്ള മോഹം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് ഒരു ശാസന രൂപത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ജയിച്ചതെങ്കിലും ഈ വിജയത്തിന് പത്തരമാറ്റുണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം വിജോയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ആളല്ല. ആ പാർലമെൻറ്റ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ആളാണ്. അയാൾ വർക്കല MLA ആണ്. അത്തരത്തിൽ വർക്കലയുമായി ബന്ധപ്പെട്ട വർക്കലയിലെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ കൃത്യമായ തരത്തിൽ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു MLA ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ വിജോയി പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രവുമല്ല അടൂർ പ്രകാശ് അടൂരുകാരനാണ്, ഇവിടെ വന്ന് മത്സരിക്കുന്നു, പുറത്തു നിന്നുള്ള ഒരാൾ ആറ്റിങ്ങൽ വന്ന് മത്സരിക്കുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നെങ്കിൽ പോലും അതെല്ലാം തള്ളിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മത്സരരംഗത്തേക്ക് അടൂർ പ്രകാശ് ഇറങ്ങിയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം അടൂർ പ്രകാശ് അടൂരിൽ ആറ്റിങ്ങിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ കാണിച്ച ഒരു താല്പര്യം രണ്ടാം ഘട്ടത്തിൽ കാണിച്ചില്ല. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒരു മന്ദത ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പരാതിയായി പലപ്പോഴായി KPCC-യിലും DCC-യിലും ഒക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത്തരത്തിൽ ഒരു തണുപ്പൻ മട്ടിലായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം. ഒരു കൂട്ടായ പ്രവർത്തനം കണ്ടില്ല എങ്കിൽ പോലും വ്യക്തിപരമായ ചില നീക്കങ്ങളും ഒപ്പം UDF-ന് അനുകൂലമായ സാഹചര്യം എല്ലാം കൂടി ഒത്തുചേർന്നപ്പോഴാണ് അടൂർ പ്രകാശിന് പാർലമെൻറ്റിലേക്ക് എത്തുവാൻ ഒരു അവസരം കിട്ടിയെന്ന് പറയാൻ
പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇനി ഈ തീരമേഖല കാര്യമായി പിന്തുണച്ചിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം ഇതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലെത്തിയേനെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശിന് കാര്യമായ പിന്തുണ തീരമേഖലയിൽ നിന്നാണ് കിട്ടിയത്. മാത്രവുമല്ല 3 സ്ഥാനാർത്ഥികളും ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ശിവഗിരി കൂടി ഉൾപ്പെട്ട പ്രദേശമാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം. അത്തരത്തിൽ ശിവഗിരിയിൽ നിന്നുള്ള ചില സഹായങ്ങൾ, അത്തരം സഹായങ്ങൾ ഒരു മുന്നണിക്കും കിട്ടാതിരുന്നതും ഒക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ. എന്തായാലും അടൂർ പ്രകാശ് വീണ്ടും പാർലമെൻറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമായി അദ്ദേഹം കാണുന്നു. കാരണം ഒരു പരാജയത്തിൻ്റെ താഴെ വലിയ ഒരു ലീഡിലേക്ക് പോയില്ല എങ്കിൽ പോലും ഏകദേശം പരാജയം ഉറപ്പിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഏകദേശം 4000 വോട്ടിൻ്റെ വ്യത്യാസം LDF സ്ഥാനാർത്ഥി വി ജോയും അടൂർ പ്രകാശുമായി ഉണ്ടായിരുന്നു. പിന്നീട് അത് ഓരോ ഘട്ടങ്ങളിലായി കൂടി അവസാന ഘട്ടത്തിലാണ് ഈ 1708 എന്ന ഒരു മാജിക് ഫിഗറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി കേരളത്തെ സംബന്ധിച്ചോളം ഇനി റിസൾട്ടുകളൊന്നും തന്നെ വരാനില്ല. എല്ലാ ഫലങ്ങളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും കേരളത്തിൽ UDFന് ഒരു വലിയ വിജയം അല്ലെങ്കിൽ ഒരു ക്ലീൻ സ്വീപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു UDF. അത് വലിയ തരത്തിലൊരു വിജയം കൊയ്തിരിക്കുന്നു നമുക്ക് പറയാൻ. പക്ഷേ ഇരു മുന്നണികളെയും അല്പമൊന്ന് ആശങ്കയിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അല്പമൊന്ന് അങ്കലാപ്പിലാക്കിക്കൊണ്ടാണ് തൃശ്ശൂരിൽ നിന്നും മിന്നുന്ന വിജയവുമായി സുരേഷ് ഗോപി പാർലമെൻറ്റിലേക്ക് പോകുന്നത്. 70,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം, ഒരു പക്ഷേ BJP പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഭൂരിപക്ഷം തൃശ്ശൂരിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അത് ഇനി വരും ദിവസങ്ങളിൽ രാഷ്ട്രീയം വളരെയധികം വലിയ തോതിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യത ഒരുക്കുന്ന ഒരു കാര്യം കൂടി. അത്തരത്തിൽ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു വിജയം BJPക്ക് കേരളത്തിൽ നിന്ന് കൊയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ദേശീയ നേതാക്കൾ പോലും അംഗീകരിക്കുന്നു. പ്രകാശ് ജാവദേക്കറിനെ പോലുള്ള ദേശീയ നേതാക്കളെല്ലാം കേരളത്തിലുണ്ട്. അദ്ദേഹം സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി അഭിനന്ദിച്ചിരുന്നു. അങ്ങനെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തിരുവനന്തപുരത്തുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ വിജയം ആഘോഷിക്കാൻ സുരേഷ് ഗോപിക്ക് അവസരം കിട്ടിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾക്കും BJP നടത്തിയ പ്രവർത്തനങ്ങൾക്കും ഫലമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ തീരമേഖല കൈവിട്ടില്ലായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്തും അത്തരത്തിലൊരു വിജയം BJPക്ക് ലഭ്യമാകുമായിരുന്നു. ആറ്റിങ്ങലിൽ സംഭവിച്ചതുപോലെ ആറ്റിങ്ങലിൽ കുറച്ചുകൂടി, എന്നാൽ ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ കാര്യമായി കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ആ പാർലമെൻറ്റ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടിരുന്നു, എല്ലാ ആവശ്യങ്ങളിലും ഒക്കെ ഇടപെട്ടിരുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക്. എന്നാൽ അദ്ദേഹത്തിന് പോലും അവിടെ കാര്യമായൊരു പിടിച്ചു നിൽപ്പ് അല്ലെങ്കിൽ ഒരു 2ാം സ്ഥാനത്ത് പോലും എത്തിച്ചേരാൻ കഴിയാതെ പോയതും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രം കൂടിയാണ്. അതേസമയം തെക്കൻ ജില്ലകളിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട തിളക്കമാർന്ന വിജയം 2 പേർക്കാണ്. ഒന്ന് കൊല്ലത്തെ NK പ്രേമചന്ദ്രനും മറ്റൊന്ന് പത്തനംതിട്ടയിൽ മത്സരിച്ച ആൻ്റണിക്കും. കൊല്ലത്തെ സംബന്ധിച്ചോളം അദ്ദേഹം NK പ്രേമചന്ദ്രൻ സർവ്വസമ്മതനാണ്, ജനകീയനാണ്. അദ്ദേഹത്തിനെ എതിരിട്ട് തോൽപ്പിക്കുക എന്നുള്ളത് തന്നെ രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെ വലിയ ഒരു ബുദ്ധിമുട്ടായി കാണുന്ന ഒരാൾ കൂടിയാണ്. അത്രയ്ക്ക് ആളുകളുടെ ഇടയിൽ ജനവികാരം മാനിച്ച് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് NK പ്രേമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയം, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 1,00,000 മുകളിലേക്ക് ഉയരും എന്നുള്ളത് ഉറപ്പായിരുന്നു. അത്തരത്തിൽ 1,00,000 അപ്പുറം കടന്ന് പോയിരിക്കുന്നു വിജയം. അതൊരു വലിയ വിജയമാണ്. അത് NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചോളം ഒരു വലിയ വിജയം. കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊല്ലം ജില്ലയിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് UDFനൊപ്പം ഉള്ളത്. ഒന്ന് കുണ്ടറയും മറ്റൊന്ന് കരുനാഗപ്പള്ളിയും. കരുനാഗപ്പള്ളി ആലപ്പുഴ മണ്ഡലത്തിലാണ്. ഈ കൊല്ലം മണ്ഡലത്തിൽ വരുന്നത് കുണ്ടറ മാത്രമാണ്. അങ്ങനെ വരുന്ന ആ ഒരു നിയമസഭാ മണ്ഡലങ്ങൾ പോലും പിന്തുണയില്ലാത്ത ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും വലിയ തരത്തിലുള്ള ഒരു വിജയം NK പ്രേമചന്ദ്രന് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പത്തനംതിട്ട വരുമ്പോഴും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. പത്തനംതിട്ടയിലെ എല്ലാ അതായത് ഉള്ള 7 നിയമസഭാ മണ്ഡലങ്ങളും LDFനൊപ്പമാണ്. കാരണം പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയത്തെ പൂഞ്ഞാറും ഒപ്പം ജയരാജ് ജയിച്ച മണ്ഡലവും, അങ്ങനെ ഈ 7 മണ്ഡലങ്ങളും കാഞ്ഞിരപ്പള്ളി, ഈ 7 മണ്ഡലങ്ങളും LDFന് ഒപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ നിന്നാണ് 50,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി ആൻ്റണി വിജയിക്കുന്നത്. അതും ഒരു വലിയ നേട്ടമായി തന്നെ UDFന് കിട്ടിയ ഒരു വലിയ നേട്ടമായി തന്നെ കാണാൻ കഴിയും. കാരണം ആൻ്റണിയെ പരാജയപ്പെടും. കാരണം അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥിയായി എത്തിയത് അത്ര കുറഞ്ഞ ഒരു വ്യക്തിത്വമൊന്നുമല്ലായിരുന്നു. സംസ്ഥാന മന്ത്രിയായിരുന്നു, CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, CPMൻ്റെ മുതിർന്ന നേതാവാണ്, കിഫ്ബി പോലുള്ള വലിയ
പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരികയും കുടുംബശ്രീക്ക് കാര്യമായ രീതിയിൽ സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ഒരു ആളോട് ഏറ്റുമുട്ടുമ്പോൾ ഒരു പക്ഷേ പരാജയം വരെ മുന്നിൽ കണ്ടെന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിലും ആൻ്റോ ആൻ്റണി നമ്മോടൊക്കെ പങ്കുവച്ച കാര്യം വിജയിക്കും, അതിൽ മാറ്റമില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വ്യത്യസ്തമായ 2 മണ്ഡലങ്ങൾ കൂടി സഹായത്തിനുണ്ടാവും. അത് കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറുമാണ്. അവിടെ നിന്ന് കാര്യമായ രീതിയിൽ പിന്തുണയുണ്ടാകും. അത്തരത്തിൽ ആൻ്റോ ആൻ്റണി പ്രതീക്ഷിത തരത്തിലുള്ളൊരു പിന്തുണ ഈ 2 മണ്ഡലങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷ വർധനയ്ക്കും വഴിവെച്ചിരിക്കുന്നത്. കോട്ടയത്തേക്ക് വന്നാലും അത്തരത്തിൽ തന്നെയാണ്. കോട്ടയത്ത് കേരള കോൺഗ്രസ് പാർട്ടികൾ വേർതിരിഞ്ഞ് മത്സരിച്ച ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പിടിച്ചെടുത്തോടുകൂടി തന്നെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു മാറ്റത്തിന് കൂടി വഴിവെച്ചിരിക്കുന്നു. കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാലിടറിയിരിക്കുന്നു വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിരുന്ന ഒരു പാർലമെൻറ്റ് അംഗം കൂടി നഷ്ടമായിരിക്കുന്നു. നേരത്തെ രാജ്യസഭാ അംഗമായിരുന്നു ജോസ് കെ മാണി. അദ്ദേഹം ജൂലൈ 1 സ്ഥാനം ഒഴിയുന്നു. അങ്ങനെ പാർലമെൻറ്റിലേക്കുള്ള മോഹങ്ങൾ കേരള കോൺഗ്രസ് എമ്മിന് നഷ്ടമായിരിക്കുന്നു. ആ പാർട്ടിക്കകത്ത് തന്നെ ചില അന്തഃഛിദ്രങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഉയർന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.